വർഗീയ വിഷം വിളമ്പുന്ന കായംകുളം എംഎൽഎ യു പ്രതിഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി എംഎൽഎ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വർഗീയ വിഷം വിളമ്പുന്ന കായംകുളം എംഎൽഎ അഡ്വക്കേറ്റ് യു പ്രതിഭ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി എംഎൽഎ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാങ്ക് റോഡിലെ എംഎൽഎ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള കവാടം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ബാരിക്കേഡ് ഇളക്കി അകത്തേക്ക് കയറാൻ യുവതികളടക്കം 100ഓളം പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ചായി നേരെ എത്തിയ പ്രവർത്തകർ കവാടത്തിൽ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് ഇളക്കി അകത്തേക്ക് കയറുവാൻ ആദ്യമൊന്ന് ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് പിന്മാറി ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടന ശേഷം വീണ്ടും കവാടത്തിലെത്തി. ഇക്കുറി പ്രവർത്തകരുടെ എണ്ണം കൂടുതലായിരുന്നു. പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ മുന്നോട്ടാഞ്ഞപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇത് അവസാനിച്ചപ്പോൾ വീണ്ടും പ്രവർത്തകർ ഒത്തുകൂടി. ഇതോടെ ഒരിക്കൽ കൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചീറ്റിയെത്തിയ വെള്ളം പതിച്ച് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജിമോൻ അടക്കം നിരവധി പേർ റോഡിൽ വീണു. മുതിർന്ന നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചതോടെയാണ് രംഗം ശാന്തമായത്. കഞ്ചാവ് കേസിൽ കായംകുളം എംഎൽഎ യു പ്രതിഭയുടെ മകൻ പ്രതിയാണെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ മതം നോക്കി വർഗീയ പരാമർശം നടത്തുകയായിരുന്നു എംഎൽഎ എന്നും ഇത്തരം പ്രവൃത്തി നടത്തിയ എംഎൽഎ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ലെന്നും രാജിവെക്കുകയാണ് വേണ്ടതെന്നും മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു. മാർച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് മാധ്യമപ്രവർത്തകരെ അപമാനിക്കുകയും അവരുടെ വീട്ടുകാരെ പോലും പുലഭ്യം പറയുകയും മതം പറഞ്ഞ് നാട്ടിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളായി എംഎൽഎ മാറിയെന്ന് പ്രവീൺ ആരോപിച്ചു. ഫേസ്ബുക്ക് ലൈവിൽ വന്ന് വർഗീയ പരാമർശം നടത്തിയ എംഎൽഎക്ക് പിന്തുണ നൽകിയ ബിജെപി നേതാക്കൾ എംഎൽഎയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സിപിഎമ്മിന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗമായി ഇപ്പോൾ ബിജെപിയിലുള്ള നേതാവിന്റെ നേതൃത്വത്തിലാണ് എംഎൽഎക്ക് ബിജെപിയിലേക്കുള്ള വഴി തുറക്കുന്നതെന്നും
MP പ്രവീൺ ആരോപിച്ചു. മീഡിയ വണിലെ കായംകുളത്തുകാരനായ ഷൈജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ മനീഷ് എന്ന് പറയുന്ന മുൻ SD കോളേജിലെ SFIയുടെ ചെയർമാനായിരുന്ന മനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 ന്യൂസിലുള്ള ഒരു ചെറുപ്പക്കാരനും ഇത് സംബന്ധിച്ച് വാർത്ത വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. മനോരമയും മാതൃഭൂമിയും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. ഈ വിവരങ്ങൾ എക്സൈസ് ഓഫീസിൽ നിന്ന് ചോർത്തി കൊടുത്തതാണ്. ഇത് കനിവ് ഹരി എന്ന് പറയുന്നത് പ്രതിഭ ഹരിയുടെ ഇന്നത്തെ പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ CPM-ലുള്ള പ്രതിഭക്കെതിരെയുള്ള നേതാക്കന്മാർ, അതിലുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി ഈ പറയുന്ന ചാനലുകളിലൂടെ ബ്രേക്ക് ചെയ്തു. അത് കോൺഗ്രസുകാരാണോ, അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണോ? ആ വീഡിയോയിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മാധ്യമ പ്രവർത്തകനെ സ്വന്തം മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൂടെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന നിലപാടുമായി ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് കടന്നുപോകാൻ കഴിയുന്നത്? യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു, സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ പത്തിയൂർ, ഷമീം ചിരാമത്ത്, അജിമോൻ കണ്ടല്ലൂർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ T സൈൻലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ആസിഫ് സെലക്ഷൻ, സാജിദ് ഷാജഹാൻ, കൃഷ്ണ അനു, നിതിൻ എ പുതിയിടം, സൽമാൻ പൊന്നേറ്റിൽ, ഹബീബ് റഹ്മാൻ, DCC ഭാരവാഹികളായ AP ഷാജഹാൻ, അവിനാശ് ഗംഗൻ, ബിജു നസറുള്ള, വള്ളിയിൽ റസാക്ക്, ബെന്നി ചെട്ടോളങ്ങര, നാസർ, ഷൈജു മുക്കിൽ, P സനൂജ്, ഹാഷിർ പുത്തൻകണ്ടം, രാകേഷ് പുത്തൻവീടൻ, MG മോഹൻകുമാർ, പ്രശാന്ത് തിരുവ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.